അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഏതാണെങ്കിലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ആദ്യം തന്നെ ഓയിലിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. ചിക്കൻ ഒന്ന് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കളറൊക്കെ മാറി കിട്ടും, ഒന്ന് വെന്ത് കിട്ടും ട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ സവാളയും തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കണത് ട്ടോ. ഇങ്ങനെ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിട്ടോ, എന്നിട്ട് കമൻറ്റ് പറയേ. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഓയിലിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും ചെയ്യും ട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ അരിഞ്ഞ് കൊടുത്തിട്ടൊന്നുമില്ല, കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തക്കാളിയും വലിയ പീസാക്കിയിട്ട് തന്നെ നുറുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് ട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരിത്തിരി ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൊടി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇടുന്നേക്കാൾ നല്ലത് നമ്മൾ കറി വെക്കുമ്പോൾ കറിയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. ലാസ്റ്റ് ഭംഗിക്ക് ഇടുന്നതാണ്, പക്ഷേ കറി വെക്കുമ്പോൾ നമ്മൾ അതിൽ കൂടെ മല്ലിച്ചപ്പ് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കറിക്ക്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം മൂടി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും. പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ നീട്ടിട്ട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ചെയ്തിട്ട് മൂടി വെച്ചാൽ ചിക്കൻ കറി റെഡിയായി. നല്ല കട്ടിയുള്ള ചിക്കൻ കറി തന്നെ കിട്ടും ട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക്. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ലാസ്റ്റാണ് ഇട്ടിരിക്കണത്. അതുപോലെ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒന്നും ചതച്ചിട്ടല്ല ഇട്ട് കൊടുത്തിരിക്കണത്, ഇതേപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൊരു 4-5 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായതാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് മാത്രം മതി വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയിലേക്കും കുബൂസിലേക്കൊക്കെ അടിപൊളിയാണ് ഇട്ടുക. ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ നല്ല ജീരകത്തിൻ്റെ ഇലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ് ട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.